നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിലെ ഹാലിഷഹാറിൽ ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതായി ആരോപിക്കപ്പെടുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ ബിർജു കിയോട്ടിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഹാലിഷഹാറിൽ രാഷ്ട്രീയ സംഘർഷത്തിനിടയിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കാർ ആക്രമിക്കപ്പെട്ടു. റിപ്പോർട്ടുകൾ പ്രകാരം പ്രകടനക്കാർ മമതാ ബാനർജിയുടെ വാഹനം വളഞ്ഞ് പ്രതിഷേധ പ്രകടനം നടത്തി. കാറിൽ ചെളി പുരട്ടുകയും വാട്ടർ ബോട്ടിലുകൾ, ഷൂസ്, മറ്റ് പാദരക്ഷകൾ എന്നിവ വാഹനവ്യൂഹത്തിന് നേരെ എറിയുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് TMC പ്രവർത്തകൻ മരിച്ചതെന്ന് കുടുംബം ആരോപിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം ആരംഭിച്ചത്. പ്രാദേശിക പോലീസ് അദ്ദേഹത്തെ മർദ്ദിച്ചു കൊന്നതായി കുടുംബം ആരോപിച്ചു. ഇത് പൊതുജന രോക്ഷം രൂക്ഷമാക്കുകയും പ്രദേശത്ത് പ്രകടനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഇഷ്ടികയും കല്ലുകളും അടിച്ചിരുന്നെങ്കിൽ താൻ മരിക്കുമായിരുന്നുവെന്നും ബാനർജി പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പുറത്തുനിന്നുള്ള സാമൂഹിക വിരുദ്ധർ പോലീസിന് മുന്നിൽ എന്റെ കാറിന് നേരെ കല്ലെറിഞ്ഞു. എന്റെ കാറിന്റെ ജനാലകൾ അടച്ചിരുന്നില്ലെങ്കിൽ അതെന്റെ തല പിളർക്കുമായിരുന്നു. എനിക്ക് മരിക്കാമായിരുന്നു. ഇത്തരമൊരു ആക്രമണം ഞാൻ ഒരിക്കലും നേരിട്ടിട്ടില്ല. പോലീസ് ഞങ്ങളെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല. അവർ BJPക്ക് മാത്രമേ സംരക്ഷണം നൽകുന്നുള്ളൂ എന്നും മമതാ ബാനർജി പറഞ്ഞു. സംഭവത്തോട് പ്രതികരിച്ച BJPയുടെ പശ്ചിമ ബംഗാൾ യൂണിറ്റ് പ്രസിഡന്റ് സാമിക് ഭട്ടാചാര്യ ആക്രമണത്തെ അപലപിക്കുകയും പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം നിഷേധിക്കുകയും ചെയ്തു. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറയുന്നത് മരിച്ചയാളുടെ കുടുംബം ക്ഷണിക്കാതെയാണ് TMC മേധാവി ഹാലിഷഹാറിലേക്ക് പോയതെന്നും പോലീസിലും ഭരണകൂടത്തിലും TMC പ്രവർത്തകന്റെ കുടുംബം സംതൃപ്തരാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ആളുകൾ നിങ്ങളുടെ സഹായമോ ഇടപെടലോ തേടുമ്പോൾ അത് ചെയ്യുക. ഇത് വികസനത്തിനുള്ള സമയമാണ്. എവിടെയും പോയി സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ചെയ്യരുത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. RG കാർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നൽകിയിരുന്ന അഭയ എന്ന വിളിപ്പേര് ഇവരുടെ 2ാം മരണവാർഷികത്തിൽ തന്റെ മുൻഗാമി സന്ദർശിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഈ വാർത്തയ്ക്ക് പിന്നാലെ കേരളത്തിൽ ശ്രദ്ധ നേടുന്നത് ഭാസ്കരൻ നായർ അജയൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. കാലം കണക്ക് ചോദിക്കുമെന്ന് പറയുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: മമതയെ ജനം പഞ്ഞിക്കിട്ടു. കാലത്തിന്റെ കാവ്യനീതി. കാലം കണക്ക് ചോദിക്കും. എടി കള്ളി കള്ളി എന്ന വിളിയും ചെരുപ്പേറും ചേറേറും മുട്ടേറും. ആരുടെ കാറിന് നേരെ? ബംഗാളിന്റെ ബേഗം മമതയുടെ കാറിന് നേരെ തന്നെ. ചുമ്മാതാണോ ന്യൂട്ടൺ പറഞ്ഞത് ചുണ്ടയ്ക്ക് കൊടുത്താൽ മുഴുത്ത പടവലങ്ങ തിരിച്ചു കിട്ടുമെന്ന്? ഓർമ്മയുണ്ടോ കേരളീയരെ? 2021 പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കളെ വേട്ടയാടിയപ്പോൾ ആ സത്യം അന്വേഷിക്കാൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ V മുരളീധരൻ ബംഗാളിൽ പോയി. അന്ന് ഒരു സംഘം ആളുകൾ കേന്ദ്രമന്ത്രിയുടെ കാറിനെ ആക്രമിച്ചു, കല്ലെറിഞ്ഞു. അന്ന് മമത ചിരിച്ചു. ബംഗാളിൽ കേന്ദ്രമന്ത്രിക്ക് പോലും സുരക്ഷയില്ല. എന്നിട്ടും ആ ചിരിക്ക് ഒരു കോട്ടവും വന്നില്ല. ദാ ഇന്ന് 2026 ഓഗസ്റ്റ് 9 സ്വന്തം തട്ടകത്തിൽ സ്വന്തം സംസ്ഥാനത്ത് തന്നെ കണക്ക് തീർന്നു. ഹാലിഷഹർ 24 നോർത്ത് പർഗാനാസിൽ തൃണമൂൽ പ്രവർത്തകനെ കാണാൻ പോയപ്പോൾ മമതാ ബാനർജിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ജനം തിരിഞ്ഞു. കാറിന് നേരെ ഇഷ്ടിക, കല്ല്, ചെരുപ്പ്, വെള്ളക്കുപ്പികൾ എറിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. താൻ മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് മമത തന്നെ പറയുന്നു. മുദ്രാവാക്യം എന്തായിരുന്നു എന്നറിയാമോ? കള്ളികളുടെ രാജ്ഞി പെരുങ്കള്ളി, ക്വീൻ ഓഫ് റോബേഴ്സ്, ചോർ. സ്ഥലം ഹാലിഷഹറാണ്. ഇത് സാധാരണ സ്ഥലമല്ല. പണ്ട് തൃണമൂൽ ഗുണ്ടകൾ ഒരൊറ്റ രാത്രി കൊണ്ട് 10 CPM കൗൺസിലർമാരുടെ വീട് ആക്രമിച്ച് രാജിവെപ്പിച്ച് പിടിച്ചെടുത്ത മുനിസിപ്പാലിറ്റിയാണ് ഹാലിഷഹർ എന്ന് പഴയ റെക്കോർഡ്സ് പറയുന്നു. അവിടെ തന്നെ ഇന്ന് മമതയ്ക്ക് നേരെ ജനം തിരിയുന്നു എന്ന് പറഞ്ഞാൽ അടിത്തറ ഇളകി എന്നർത്ഥം. അയ്യോ, ഈ പാപത്തിന് BJPക്ക് പങ്കില്ലേ? ജനമാണ്. ഇത് പാർട്ടി പ്രവർത്തകരുടെ ഏറ്റുമുട്ടലല്ല. ചെരുപ്പും ചെളിയും എറിയുന്നത് രാഷ്ട്രീയക്കാരുടെ സ്റ്റൈലല്ല, സാധാരണക്കാരന്റെ അമർഷത്തിന്റെ സ്റ്റൈലാണ്. അവർക്ക് മടുത്തു. 2021 കാലം കാത്തുവെച്ച കാവ്യനീതി. അന്ന് കേന്ദ്രമന്ത്രിയെ ആക്രമിച്ചപ്പോൾ പോലീസ് നോക്കി നിന്നു. ഇന്ന് മുൻ മുഖ്യമന്ത്രിയെ ആക്രമിച്ചപ്പോഴും പോലീസ് നോക്കി നിൽക്കേണ്ടി വന്നു. കാലം ഒരു വൃത്തമാണ്. ഇനി കേരള മോഡൽ ബംഗാളിൽ ഇതുവരെ ദീദിക്കെതിരെ ശബ്ദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ഇന്ന് കള്ളി എന്ന് മുഖത്തു നോക്കി വിളിക്കാൻ ജനം തുടങ്ങി. എങ്കിൽ അതൊരു യുഗത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാണ്. ഇതൊരു കാറിന് നേരെയുള്ള ഏറല്ല. ബംഗാളിൽ വർഷങ്ങളായി കെട്ടിപ്പൊക്കിയ അഹങ്കാരത്തിന്റെ കൊട്ടാരത്തിന് നേരെയുള്ള ഏറാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.